ഹലോ. അപ്പോൾ അന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സാമിൻ്റെ തലേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. പോസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ നന്നാവുലിൻ്റെ കോൺവെർസേഷനൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പഠിച്ച ആൾക്കാർക്ക് ഈസി ആയിരിക്കും. അല്ലാത്തവർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു അല്ലേ. വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഞാൻ ആൻസർ മാത്രം പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ ആദിത്യ കാ ഘർ കഹാ ഹേ. അപ്പോൾ സ്കൂൾ കെ പാസ് അല്ലേ, ആദ്യത്തെ ഓപ്ഷനാണ് ശരി. ആദിത്യ കേസെ സ്കൂൾ ജാനേക്ക് തയ്യാറി കർത്താ ഹേ. ആരാംസെ അല്ലേ, ആരാംസെ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദിത്യ നാശ്തേ മേം ക്യാ ഗാത്താ ഹേ. ആദിത്യ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിച്ചത്? റൊട്ടി ഓർ സബ്ജിയാണല്ലേ കഴിച്ചത്. ഇനി ദർവാസെ പർ കോൻ ഗടി ഹോത്തി ഹേ. അവിടെ മാ ആണ് ഉണ്ടായിരുന്നത് അല്ലേ, അമ്മയാണ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ആദിത്യ റോസ് സമയ പർ സ്കൂൾ പൗഞ്ച്താ ഹേ ആണ് കേട്ടോ. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കി എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി ഗതിവിധി 2 ആണ് നോക്കുന്നത്. बद्रीनाथ उत्तराखंड में 18 दिनों से फार्म से लोगों की जान बचाने का काम खत्म हो चुका है. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി താഴത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരാഖണ്ഡ് में कौन सी प्रकृति ദുർഘടന ഹുയി. അപ്പം ഉത്തരാഖണ്ഡിൽ എന്താണ് സംഭവിച്ചത്? എന്ത് പ്രകൃതി ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്? സൈലാബായിരുന്നു അല്ലേ. ഓക്കെ, ഫ്ലഡാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഞാൻ കാണിക്കാം. ഇതാ സൈലാബാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇനി പ്രകൃതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹേ യഹ് സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരോ. ഇതാണ് നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആൻസർ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഒരു നല്ലൊരു പ്രകൃതിൻ്റെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഒരു ചിത്രം വരച്ചിട്ട് നമുക്ക് പ്രകൃതി സബ്കാ ഘർ ഹേ എന്ന് എഴുതാം കേട്ടോ. ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ, നോക്കാം. പ്രകൃതി സബ്കാ ഘർ ഹേ എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചിത്രം വരയ്ക്കാം. ഓക്കെ, അപ്പം സൈലാബാണ് ടോപ്പിക് കേട്ടോ, വെള്ളപ്പൊക്കമാണ് ടോപ്പിക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുർചായ ഫൂൽ കവിത കാ യഹ് അംശ് പഠോ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖോ. ഇനി നമുക്ക് ഈ കവിത ഒന്ന് വായിച്ച് നോക്കാം. ഗുജറോ അഗർ പാസ് ഇസ്കെ ഇസേ ചോട്ട് പहुंचाना मत ജീവൻ की अंतिम घड़ियों में देखो इसे रुलाना मत. അപ്പം ദുഃഖ് ദേന കാ സമാൻ ആശയ വാല ശബ്ദ കവിതാംശ സെ ചുൻകർ ലിഖോ. അപ്പോൾ ദുഃഖ് ദേന, ദുഃഖം കൊടുക്കുക എന്നുള്ളതിന് അതുപോലത്തെ ഒരു അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് എന്താണ്? രുലാന അല്ലേ, വിഷമിപ്പിക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ കരയിപ്പിക്കുക, വിഷമിപ്പിക്കുക, സങ്കടപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥം രുലാനയുടെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ രുലാന. ഓക്കെ, ദുഃഖ് ദേന, രുലാന. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇൻമേൻ സേ ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. ഇതിൽ 2 പ്രസ്താവന ശരിയായിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്? മുർജായ ഹുയെ ഫൂൽ കോ ചോട്ട് നഹി പഹുചാനി ഹേ. അടുത്തത് ഏതാ? മുർജായ ഹുയെ ഫൂൽ കോ റുലാന നഹി ഹേ. ഓക്കെ, ഇത് 2 ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഗർ ആപ് മുർജായ ഹുയെ ഫൂൽ കെ പാസ് സെ ഗുജറോ തോ ഉസേ ചോട്ട് നഹി പഹുചാന ഹേ. യഹ് ആശയ വാലിയും പങ്ക്തിയും കവിതാംശ സെ ചുൻകർ ലിഖോ. ഈ ആശയം വരുന്ന വരികൾ ഈ കവിതയിൽ നോക്കിയിട്ട് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതേതാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ 2 ലൈൻസ് ആണല്ലേ. ഇതങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി കേട്ടോ. ഇതുവരെ എടുത്തെഴുതിയാൽ അതിൻ്റെ ആൻസറായി. ഗുജറോ അഗർ പാസ് ഇസേ ചോട്ട് പഹുചാന മത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ,
दो भाई कहानी का यह अंश पढ़ो और प्रश्नों के उत्तर लिखो. ദോ ഭായി എന്ന കഥയിലെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യണം. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. छोटा भाई गलिहान पर ही रुका रहा. वह सोचने लगा भाई की शादी हो गई है, उनका परिवार है, इसलिए उन्हें ज़्यादा गेहूं की ज़रूरत होगी. यह सोचकर उसने अपने ढेर से कई टोकरी लेकर बड़े भाई वाले ढेर में मिला दी. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഛോട്ടാ ഭായി കഹാ റുക്കാ രഹാ. ഛോട്ടാ ഭായി എവിടെയായിരുന്നു? ഗലിഹാൻ പർ അല്ലേ? യാ, ഛോട്ടാ ഭായി ഗലിഹാൻ പർ ഹി റുക്കാ രഹാ. ഇതാട്ടോ ഗലിഹാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. संकेतों की सहायता से छोटे भाई के विचारों को डायरी के रूप में लिखो. അപ്പോൾ അടുത്തത് നമുക്കൊരു ഡയറി എഴുതാനാണല്ലേ. ഓക്കെ, നമുക്കിവിടെ പോയിൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ബഡേ ഭായിക്ക് ഷാദി ഹോ ഗയി ഹേ, ഉൻകാ പരിവാർ ഹേ. ഇപ്പം ബഡേ ഭായിൻ്റെ കല്യാണം കഴിഞ്ഞു അല്ലേ, അവർക്ക് കുടുംബമുണ്ട്. ആജ് മേ ബഹുത് ഖുഷ് ഹൂം, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. आज मैंने बड़े भाई के साथ गेहूं की फसल काटी. അപ്പം ഇന്ന് ബഡേ ഭായിൻ്റെ കൂടെ പോയിട്ട് എന്ത് ചെയ്തു? ഗേഹൂൻ കി ഫസൽ കാട്ടി അല്ലേ, വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. മേനെ ഗേഹൂൻ കി കൈ ടോക്കറി ഉസേ ദേദി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഹിൻസ് ഒക്കെ വെച്ചിട്ട് ഡയറി എഴുതാം. ഡയറി എഴുതുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഡേറ്റ് വേണം, പിന്നെ ദിവസം വേണം. ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കാം, എന്നിട്ട് ഡേറ്റും ദിവസവും എഴുതാം. ഞാനിവിടെ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ രവിവാർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റൊക്കെ ഇടാം കേട്ടോ. ഒരു ബോക്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള പോയിൻറ്റ്സ് തന്നെ അതുപോലെ തന്നെ എഴുതാം. പിന്നെ തൊട്ട് മുകളിൽ തന്നിട്ടുള്ള പാരഗ്രാഫിലുള്ള ഒരു 1-2 പോയിൻറ്റ്സും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ നമുക്കൊന്ന് നോക്കാം. आज मैं बहुत खुश हूँ क्योंकि എന്തെന്നാൽ मैंने बड़े भाई के साथ गेहूं की फसल काटी और गेहूं की कई टोकरी उसे दे दी. बड़े भाई की शादी हो गई है, उनका परिवार है, इसलिए मैं गेहूं की कई टोकरी उसे दे दिया. അപ്പം ചേട്ടന് കല്യാണം കഴിഞ്ഞ് കുടുംബമുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഈ ധാന്യം വേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ടോക്കരി ഉസേ ദേദിയ അവർക്ക് കൊടുത്തത് അല്ലേ. കയ്യിലുള്ള വിള കൂടി, ടോക്കരി എന്ന് പറഞ്ഞ പാത്രമാണ് കേട്ടോ. അപ്പോൾ പാത്രത്തിലുള്ളത് പാത്രം കൂടി കൊടുത്തു. കൊട്ട പാത്രം എന്നൊക്കെ പറയും കേട്ടോ. കൊട്ടയാണ് അധികം നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിക്ക് എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതിയതാണ്, അതിൽ പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് നന്നാലുവിൻ്റെ കഹാനിത്തെ ഭാഗമാണല്ലേ തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് ഞാൻ വായിക്കുന്നില്ല. അപ്പം ക്വസ്റ്റ്യൻ നോക്കാം. നന്ന ഉല്ലു ഉട്കർ കഹാ ആ പൗച്ച. നന്ന ഉല്ലു എവിടെയാണ് എത്തിയത്? ഇത് അവിടെ തന്നെ ഉണ്ടല്ലേ. നന്ന ഉല്ലു ഉട്കർ സമുദ്രക്കെ കിനാരെ, സമുദ്രത്തിൻ്റെ തീരത്ത് അല്ലേ. ഇതാണ് എൻ്റെ ആൻസർ കേട്ടോ. സമുദ്രക്കെ കിനാരെ. ഓക്കെ, സമുദ്രത്തിൻ്റെ തീരത്ത്. ഇനി അടുത്തത് എന്താ ആൻസർ? ഇതിൻ്റെ ആൻസറാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, മാറിപ്പോവരുതേ. അടുത്തത് എന്താണ്? നമ്മളോട് ഒരു കോൺവെർസേഷൻ എഴുതാനാണല്ലേ, വാർത്താലാപ് തയ്യാറാക്കാൻ. എന്താണ്? അമ്മ ഉല്ലു ഓർ നന്നെ ഉല്ലു കെ ബീച്ച് കി ബാത്ചീത് തയ്യാർ കരോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നന്ന ഉല്ലു ചോദിക്കുന്നുണ്ട്, അമ്മ ഏക് ബാത് പൂച്ചോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ അമ്മ പറയും ഹാ പൂച്ചോ, ആ ചോദിക്കൂ എന്ന് പറയും. അപ്പോൾ ബാക്കി എന്താ നമുക്ക് എഴുതിയിട്ടുള്ളത് കാണിക്കാം. ബാക്കി എന്തൊക്കെ പറയും? നന്ന ഉല്ലു ചോദിക്കും സമുദ്രമേം കിത്നെ ലഹരേ ഹേ അല്ലേ, ലഹരം ഹേ. അപ്പോൾ അമ്മ എന്ത് പറയും? ബഹോത് സി, ഒരുപാടുണ്ട്. സമുദ്രത്തിൽ എത്ര തിരകളുണ്ട് ചോദിക്കുമ്പോൾ യെസ്, അപ്പോൾ എത്ര തിരമാലകളുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും ബഹോത് സി, ഒരുപാടുണ്ട്. അപ്പം നന്ന ചോദിക്കും കിത്നി, എത്രയാണ്? അപ്പം അമ്മ പറയും ജാവോ ജാക്കർ ഗിൻലോ,
അപ്പം പോയിട്ട് നോക്കാൻ വേണ്ടി പറയാം അല്ലേ. അപ്പോൾ ഇത്രയും എഴുതിയാൽ അവരുടെ കോൺവെർസേഷനും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് കുറച്ച് സിമ്പിളാണല്ലേ. ചിത്രമൊക്കെ ആധാർ പർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖോ. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ചെയ്യാൻ. ഇവിടെ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ, നിങ്ങളത് നോക്കി എഴുതാം. ചിത്രമൊക്കെ ആധാർ പർ വാക്യോങ്കോ ക്രം സെ ലിഖോ. ഈ വാക്യം നമുക്ക് തന്നിട്ടുള്ള വാക്യം എന്താക്കാനാണ്? ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഇതാ ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് ഒന്നാമത്തത്, ഇത് 2, 3, 4. ഓക്കെ, ഈ സെയിം ഓർഡറിൽ നിങ്ങൾ എഴുതുക. ആദ്യം തന്നെ ഇവിടെ എന്താണ്, ഒരു കുട്ടി ഒരു അപ്പൂപ്പൻ്റെ അടുത്തേക്ക് വരിക അല്ലേ, എന്നിട്ട് ബോട്ടിൽ കൊടുക്കും. അപ്പോൾ അപ്പൂപ്പൻ ആദ്യം ചെടിക്ക് വെള്ളം കൊടുക്കും, എന്നിട്ട് അപ്പൂപ്പനും കുടിക്കും. ഓക്കെ, ബുഡ്ഢ ആദ്മി യക്കാ ഹുआ बैठा है ലഡ്കി പാനി കി ബോട്ടിൽ ബഡേ ആദ്മി കോ ദേത്തി. അപ്പോൾ അവർക്ക് കൊടുത്തു അല്ലേ. എന്നിട്ടോ ബുഡ ആദ്മി പൈതേക്കോ പാനി ദേത്ത, ഈ ചെടിക്ക് വെള്ളം കൊടുത്തു അല്ലേ. എന്നിട്ടോ ബുഡ ആദ്മി പാനി പീത്ത ഹേ, എന്നിട്ട് ഈ അപ്പൂപ്പൻ വെള്ളം കുടിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ചിത്ര ക്യാ കെ ലിയേ ഉചിത് ശീർഷക് ദോ. അപ്പം ക്യാ അല്ല കേട്ടോ, ചിത്രകഥ കെ ലിയേ ഉചിത് ശീർഷക് ദോ. അപ്പോൾ ഈ ചിത്രകഥയ്ക്ക് പറ്റിയൊരു ശീർഷകം, ഒരു ഹെഡിങ് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്കിത് കണ്ടിട്ട് തോന്നിയത് പ്യാസാണ് അല്ലേ, ദാഹം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹെഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള ഹെഡിങ് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. പ്യാസ് എങ്ങനെ എഴുതാം? ഓക്കെ, പ്യാസ് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിരുന്നു അല്ലേ എക്സാമൊക്കെ. ഹിന്ദി വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം.